കുഞ്ഞില മസ്ലമണി ഉണ്ട് നമ്മുടെ കൂടെ. കുഞ്ഞില ഇപ്പോ ടൊറന്റോയില് മെന്റർഷിപ്പ് പ്രോഗ്രാം കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ കൂടി നമുക്ക് ചോദിച്ചറിയാം. ഇതിനു മുമ്പ് എനിക്ക് കുഞ്ഞിലെ കാണാൻ പറ്റിയത്, ഒടുവിൽ കണ്ടത് ഇഫിയിലായിരുന്നു. അവിടെ ഫിലിം മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് കൂടി സെലക്ട് ചെയ്യപ്പെട്ട, അങ്ങനെയാണ് എന്റെ അറിവ്. കുഞ്ഞിൽ കറക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒരു സ്ക്രിപ്റ്റ് കുഞ്ഞിലയുടെ ആയിരുന്നു. വെൽക്കം കുഞ്ഞില. താങ്ക് യു. മലയാളത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ സഞ്ജു സുരേന്ദ്രന്റെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ വേറൊരു മലയാളം പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അവര് കേരളത്തിലല്ല, US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആയിരുന്നു. നമ്മൾ ഇഫിയിലാണ് ലാസ്റ്റ് ആയിട്ട് കണ്ടത്. ഇതിനെ കുറിച്ച് മീനാക്ഷി ഷെഡ്ഡയുടെ പോസ്റ്റ് കണ്ടപ്പോൾ നല്ല എക്സൈറ്റ്മെന്റ് തോന്നി. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോകുന്നു, അതിന്റെ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു, ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. ഈ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് ഒരു ഹിന്റ് തരാമോ? ഇത് പണ്ട് ഫിൽം മേക്കേഴ്സ് ലാബ് എന്നായിരുന്നു ഇതിനെ വിളിച്ചിരുന്നത്. കുറെ കാലമായിട്ടുള്ള പ്രോഗ്രാമാണ്. ഇപ്പൊ അത് ഡയറക്ടേഴ്സ് ലാബ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഒരു 4-5 ദിവസത്തെ മെന്റർഷിപ്പ് പ്രോഗ്രാം ആണ്. അപ്പൊ നമ്മുടെ ഇൻ ഡെവലപ്മെന്റ് ഉള്ള ഫസ്റ്റ് ഫീച്ചർ ഫിൽമുകൾ അവിടെ സബ്മിറ്റ് ചെയ്ത്, ആ ഫീച്ചർ ഫിൽമുകൾ അവർക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിലാണ് അവർ സെലക്ട് ചെയ്തിട്ട് മെന്റർഷിപ്പിന് അവർ വിധേയമാക്കണത്. അപ്പം അതിന് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. അപ്ലൈ ചെയ്തിട്ട് എപ്പോഴാ അപ്ലൈ ചെയ്തതെന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല. അപ്പം നമ്മൾ അതിന്റെ പിച്ച് ഡെക്കും എന്താണ് ലോഗ് ലൈൻ, സിനോപ്സിസ്, അങ്ങനെ കുറെ സബ്മിഷൻ പരിപാടികൾ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് സ്ക്രിപ്റ്റിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റും സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സെലക്ഷൻ ആയി, അവിടെ പോയി. അപ്പം മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു സെലക്ട് ഗ്രൂപ്പ് ഓഫ് ഫാക്കൽറ്റി ഉണ്ട്. അവര് ഫാക്കൽറ്റീന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യരുതെന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഇന്റർനാഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന എക്സ്പേർട്സ് നമുക്ക് എങ്ങനെ നമ്മുടെ ഫീച്ചർ ഫിലിം പ്രോജക്റ്റിനെ പിച്ചിങ് എങ്ങനെ ചെയ്യാം, സ്ക്രീൻ പ്ലേയിൽ ഇൻപുട്ട് തരിക, എങ്ങനെ നമുക്കത് ബെറ്റർ ആക്കാം, ഈവൻ പിച്ച് ഡെക്ക് ഉണ്ടാക്കുമ്പോ എങ്ങനെയൊക്കെ ഡിസൈൻ വൈസ് നമുക്ക് ബെറ്റർ ആക്കാം, അങ്ങനെ കുറെ സെഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ സ്ക്രീനിങ്സ് ഉണ്ട്. അങ്ങനെ ഭയങ്കര പാക്ഡ് ആയിരുന്നു. ശ്വാസം വിടാൻ സമയം ഉണ്ടായിരുന്നില്ല, അതുപോലെ പാക്ഡ് ആയിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ടൊറന്റോ ഫെസ്റ്റിവൽ ടിഫിന്റെ ഭാഗമായിട്ടാണോ ഈ ഒരു പദ്ധതി? അതെ, ടിഫിന്റെ ഭാഗമാണ്. നമുക്ക് ടിഫിനുള്ള പാസും ടിഫിന്റെ ഡ്യൂറേഷൻ അവിടെ നിൽക്കാനുള്ള ഇതും കൂടെ ചേർത്തിട്ടാണ് അവർ തന്നെ. നമ്മുടെ കയ്യിൽ പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നില്ല. കാരണം ആ ഡ്യൂറേഷന് വേണ്ടിയിട്ടാണല്ലോ. നമ്മുടെ സ്പോൺസർഷിപ്പ് ഇസ് ഫോർ ഡയറക്ടേഴ്സ് ലാബ്. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ സ്വയം വഹിക്കണം. പക്ഷെ ടിഫിന്റെ എന്താണ് പാസും ടിഫ് ഡ്യൂറേഷനും വേണ്ടിയിട്ടും കൂടെയാണ് ഇവർ ഇൻവിറ്റേഷൻ തരുന്നത്. കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്, കാരണം അത് മിസ് ചെയ്തല്ലോ, കാരണം ഡിഫറെന്റ് എക്സ്പീരിയൻസ്. പക്ഷെ ഓഫ് കോഴ്സ് ഇറ്റ്സ് ആൻ ഓപ്പണിംഗ്. എനിക്ക് തോന്നുന്നു കുഞ്ഞിലായിട്ട് തന്നെ സിനിമയായിട്ട് അവിടെ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഒരു പക്ഷെ അതിനുവേണ്ടിയായിരിക്കും ഈ ഒരു വെയിറ്റിംഗ്. അതെ അതെ അതെ, അങ്ങനെ ഉണ്ടാവട്ടെ, നോക്കാം. മാത്രമല്ല, ഇനിയിപ്പോ അടുത്ത കുറച്ച് തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിന്റെ തിരക്കുകളൊക്കെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് അവിടെ നിൽക്കുകയാണെങ്കിലും ചിലപ്പോ ഈ പദ്ധതികൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനും. അതെ. കാരണം മറ്റേ ബുസാനിന്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാസ്പോർട്ട് തിരിച്ചു വന്നിട്ടേ അയക്കാൻ പറ്റുള്ളായിരുന്നു. എനിവേ 18-ാം തീയതി ഇവിടുന്ന് ലീവ് ചെയ്യണം. അപ്പം ആ ഡ്യൂറേഷന്റെ ഉള്ളിൽ വിസ കിട്ടാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ടിഫ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ അത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെയൊക്കെ സമാധാനിക്കാനി. പദ്ധതിയുടെ ഫണ്ടിങ് ഇതെങ്ങനെയാ? ഒരു ഇന്റർനാഷണൽ കോ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണോ? അങ്ങനെയാണ് നമ്മളിപ്പം ഇപ്പൊ പ്രോജക്ട്സ് മാർക്കറ്റിലൊക്കെ അങ്ങനെയാണ് നമ്മൾ പോണത്. ഐ മീൻ ഹോപ്പിംഗ് ഫോർ ഇന്റർനാഷണൽ കോ പ്രൊഡക്ഷൻ തന്നെയാണ് പോണത്. ബിക്കോസ് കോ പ്രൊഡക്ഷൻ മാർക്കറ്റിൽ എല്ലാവരും വൈ ചെയ്യുന്നത് ഒരു യൂറോപ്യൻ കോ പ്രൊഡക്ഷൻ, പ്രിഫറബിളി ഫ്രഞ്ച്, അങ്ങനെയാണ് ഈ കോ പ്രൊഡക്ഷൻ സമ്പ്രദായത്തിന്റെ ഒരു രീതി. ഇതൊക്കെ ഞാനിപ്പോ പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ കോ പ്രൊഡക്ഷനുകൾ പണ്ട് ചെയ്തിട്ടുള്ളവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാല് യൂറോപ്യൻ കോ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയൊക്കെ പറയണു. പ്രോജക്ട്സ് മാർക്കറ്റുകൾ നമ്മൾ അത് ലാക്കാക്കിയിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ ഓണസ്റ്റ്ലി പ്രോജക്ട്സ് മാർക്കറ്റിൽ കൂടെ നമുക്ക് പ്രൊഡ്യൂസറെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ദുർലഭമായിട്ട് സംഭവിക്കുന്ന ഒരു, ഐ മീൻ എക്സ്പീരിയൻസ് വൈസ്, ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് വൈസ് ഒക്കെ എല്ലാവരും പറയണത് അത് ഭയങ്കര ദുർലഭമായിട്ടാണ് സംഭവിക്കാറുള്ളത്. അൺലെസ് അവിടെ വരുന്ന പ്രൊഡ്യൂസർമാർ, ഐ മീൻ ആക്ച്വൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ളവര്
പൈസ ഇറക്കാനായിട്ട് ഓക്കെ ഈ പ്രോജക്റ്റ് നല്ലതാണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പൈസ ഇറക്കാന്ന് അവര് തോന്നിക്കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന ഇൻസ്റ്റൻസസ് വളരെ റെയർ ആയിട്ട് ഉണ്ടാവുക എന്നല്ലാണ്ട് കോ പ്രൊഡക്ഷൻ അതൊക്കെ സംഭവിക്കല് ഭയങ്കര റെയർ ആണ് എന്നാണ് പറയണത്. പക്ഷെ ഓഫ് കോഴ്സ് നമുക്ക് ഇങ്ങനെ ഒരു ബുസാനിൽ കിട്ടി, അല്ലെങ്കിൽ NFDC ഇതിൽ കിട്ടി, അല്ലെങ്കിൽ ടോറിനോ ഫിലിം ലാബിൽ കിട്ടി, അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സീല് ഒരു ചാപ്പ അടിച്ച് കിട്ടുന്നുണ്ടല്ലോ, ദാറ്റ് ചാപ്പ ഇസ് വാല്യുബിൾ എന്നാണ് പറയണേ. അതൊക്കെയാണ് ഈ കോ പ്രൊഡക്ഷന്റെ ഒരു രീതികൾ എന്നാണ് പറയണേ. നമ്മുടെ ഒരു ഇപ്പൊ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ നേരെ പ്രൊഡ്യൂസറിന്റെ അടുത്ത് കഥ പറയുന്നു, ആൻഡ് ദാറ്റ് പ്രൊഡ്യൂസർ ഇസ് നോട്ട് എന്താണ് പ്രോജക്ട് പുട്ടിംഗ് ടുഗെദർ പ്രൊഡ്യൂസർ അല്ല, പൈസ ഇറക്കുന്ന ആളെയാണ് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്നത്. അപ്പം പൈസ ഇറക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നു, അങ്ങേർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പൈസ ഇറക്കുന്നു, അതാണല്ലോ ഒരു രീതി. അപ്പം അങ്ങനെ കിട്ടാത്തപ്പോഴാണല്ലോ നമ്മൾ ഈ കോ പ്രൊഡക്ഷനിലേക്ക് പോകുന്നത് മോസ്റ്റ് ഓഫ് ദ പ്രോജക്ട്സ്. പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞാ ഭയങ്കര കമേഴ്ഷ്യൽ സ്വഭാവം ഇല്ലാത്ത പ്രോജക്റ്റുകളാവുമ്പോഴും നമ്മൾ കോ പ്രൊഡക്ഷൻ റൂട്ട് ഓപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ഇതൊക്കെയാണ് അതിന്റെ രീതികൾ എന്നാണ് പറയണേ. ഐ എം ഓൾസോ വെരി ന്യൂ ടു ഓൾ ദിസ്. ഈ ഒരു കേസിൽ നമ്മൾ ഇവിടുന്ന് ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തണോ, ആസ് ഇൻ ഒരു പാർട്ട് ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ, അങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി? അതെ അതെ, നമ്മൾ ഇന്ത്യൻ പ്രൊഡ്യൂസർ വേണം. എന്നിട്ടാണല്ലോ നമ്മൾ ഇന്ത്യ ഫ്രഞ്ച് അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് നെതർലൻഡ്സ് അങ്ങനത്തെ കോ പ്രൊഡക്ഷൻ എയിം ചെയ്യണത്. അപ്പം ഇത്ര ശതമാനം ഇന്ത്യക്കാർ, ഇത്ര ശതമാനം അങ്ങനെ എന്തെങ്കിലും കരാറുകൾ മറ്റേ മനസ്സിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ബട്ട് യെസ്, ഇന്ത്യൻ ആൾക്കാർ വേണം. ഇതിനകത്ത് നമുക്കിപ്പോ ഫെമിലിയർ ആയിട്ടുള്ള പേരുകൾ, ഇപ്പം ജിയോ ബേബി ആണെങ്കിലും പായൽ, അങ്ങനെയുള്ള പേരുകൾ കൂടി വരുമ്പോൾ നമുക്കും കാണികൾക്കും അത്, ഐ മീൻ കാണികൾ സെൻസ് സിനിമ പ്രേമികൾക്ക്, സിനിമ ആസ്വദിക്കുന്ന, സിനിമ എന്തൂസിയാസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കും അതൊരു ഹരമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിന്റെ പ്രോസസ്, അപ്പൊ ഇവരെയൊക്കെ എങ്ങനെയാണ്, ഏതൊരു സ്റ്റേജിലാണ് ഇവര് ഈ പ്രോജക്റ്റിലേക്ക് വന്നത്? ജിയോ ബേബി ആണ് ആദ്യം വന്നത്. കാരണം ബേബിയുടെ പ്രൊഡക്ഷൻ ഹൗസ് മറ്റേ മാൻകൈൻഡ് സിനിമാസ്, അവര് ഡയറക്റ്റ് ഇൻവെസ്റ്റ് എന്താണ് 20-25% ഓഫ് ദ ബഡ്ജറ്റ് അവർ ഇൻവെസ്റ്റ് ചെയ്യാണെന്നുള്ള നിലയിൽ. അത് ആക്ച്വലി ഒരു പ്രീ റിക്വസിറ്റ് ആണ്. പല കോ പ്രൊഡക്ഷൻ മാർക്കറ്റുകളിലും അപ്ലൈ ചെയ്യാനായിട്ട് 20% ഓഫ് ദ ബഡ്ജറ്റ് സെക്യൂർ ആയിട്ടുണ്ടാവണം എന്നൊരു നിബന്ധനയുണ്ട്. എനിവേ, ജിയോ ബേബിയും ഞാനും കൊളാബറേറ്റ് ചെയ്തത് അസംഘടിതരിലാണ് ആദ്യമായിട്ട് കൊളാബറേറ്റ് ചെയ്തത്. ആൻഡ് സിൻസ് ദെൻ നമ്മൾ എപ്പോഴും എന്ത് പ്രോജക്റ്റ് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയുകയും എന്നെ അതിനെ ഭാഗമാക്കാനും അദ്ദേഹം ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്, ക്വൈറ്റ് ഡെലിബറേറ്റ്ലി. ബിക്കോസ് എന്നെ പോലെ ഒരു ക്രിയേറ്ററിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അങ്ങനെ വിചാരിക്കുന്ന ഒരു സംഗതിയാണ്. അത് എന്താണ്, ഇസ് ബിക്കോസ് എന്റെ വർക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്രിയേറ്ററിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ജിയോ ബേബി എന്നുള്ള ഡയറക്ടറിന്റെ ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും രീതിയിൽ ഞാൻ എന്നുള്ള ഡയറക്ടറിനെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കണം എന്നുള്ള എന്താണ് ചിന്താഗതി വെച്ചിട്ട് തന്നെയാണ് പ്രൊഡ്യൂസറായിട്ട് ഓൺബോർഡ് വരുന്നത്. അതേപോലെ തന്നെയാണ് കനിയും ഓൺബോർഡ് വരുന്നത്. ബിക്കോസ് കനിയും ഞാനും എന്റെ ഫിലിം സ്കൂൾ ഡിപ്ലോമ തൊട്ട് ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. ആൻഡ് കനി എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റീവ് ആയിട്ട് ഭയങ്കര, എനിക്ക് വളരെ കുറച്ച് ആൾക്കാരുടെ അടുത്തേ ക്രിയേറ്റീവ് ആയിട്ട് സംസാരിക്കാൻ പറ്റാറുള്ളൂ. ലൈക്ക് ഈസ്തെറ്റിക് ചോയ്സസിനെ പറ്റിയിട്ടും അതിന്റെ ന്യൂവാൻസസിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റണ ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് കനി. ആൻഡ് ആ കൊളാബറേഷൻ, ഞങ്ങൾ എന്ത് വർക്ക്, ഇപ്പം ഞാൻ എന്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കനിയായിട്ട് സംസാരിക്കാറുണ്ട്. ആൻഡ് ഈ പ്രോജക്റ്റിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പം കനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷീ ടോൾഡ് മീ എന്താണ്, ആൻഡ് കനിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു എന്താണ് റെസ്പോൺസ് കിട്ടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വാലിഡേഷൻ ആണ്. ഷീ ടോൾഡ് മീ കുറച്ച് നാള് ദാറ്റ് സ്റ്റോറി സ്റ്റേഡ് വിത്ത് മീ ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞു, വിച്ച് ഐ ഫൗണ്ട് വെരി മൂവിങ്. അപ്പം ആൻഡ് കൺസിഡറിങ് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു, വുഡ് യു കം ഓൺ ബോർഡ് ആസ് എന്താണ് പ്രൊഡ്യൂസർ ആയിട്ട്. ബിക്കോസ് കനിയും അതെ എന്റെ ജേർണീനെ സപ്പോർട്ട് ചെയ്യണം, ഞാൻ എന്നുള്ള ക്രിയേറ്ററിനെ സപ്പോർട്ട് ചെയ്യണം വിത്ത് വാട്ട് എവർ എന്താണ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ദാറ്റ് ഷീ ഹാസ് എന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ് കനി. പായലും
at one point she told me എന്താണ് എന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് എന്റെ പേര് വെച്ചോളൂ എന്ന് പായൽ പറയായിരുന്നു. ആൻഡ് then she like totally came on board. എന്താണ് അതും ഈ കഥേനെ സപ്പോർട്ട് ചെയ്യണം. ഷീ ലൈക്സ് ദ സ്റ്റോറി, അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഓൾസോ മീ എന്താണ് എന്റെ പ്രീവിയസ് വർക്ക് പായൽ കണ്ടിട്ടുണ്ട്, അസംഘടിതർ കണ്ടിട്ടുണ്ട്, അത് ഇഷ്ടമാണ്. സോ ഞാൻ പറയുന്ന കഥകൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പായലും വിചാരിക്കുന്നു. ഫോർച്ചുനേറ്റ്ലി ദീസ് പീപ്പിൾ തിങ്ക് ദാറ്റ് വേ. എനിക്ക് കൊള്ളാം അതുകൊണ്ട്. ജിയോ ബേബി എനിക്ക് ആ റെസ്പെക്ട് തോന്നുന്നത് എപ്പോഴും അതാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടാലൻസിനെ ഐഡന്റിഫൈ ചെയ്ത് ഇപ്പൊ അലീന ശ്രീധന്യയുടെ ടൈറ്റിൽ സോങ്ങില് ഐ മീൻ അലീന ഓഫ് കോഴ്സ് എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് അറിയപ്പെടുന്ന ഒരാളാണ്. എന്നാൽ പോലും അവരൊരു ലിറിസിസ്റ്റ് അതെ എന്നുള്ള അതെ അതെ രീതിയിൽ അതെ 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 ഒരുപാട് അതെ പേര് അല്ല, അത് ചെയ്യുന്ന എസ്പെഷ്യലി ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. ബിക്കോസ് എവറിഥിങ് ഇസ് എന്താണ് ക്ലീക്ക് ബേസ്ഡ്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ്, അല്ലെങ്കിൽ എനിക്ക് ഇയാളെ അറിയാം, അല്ലെങ്കിൽ ഇയാളുടെ അച്ഛനെ അറിയാം, അല്ലെങ്കിൽ അമ്മാവനെ അറിയാം, അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി ആണ് ഇത്. അല്ലെങ്കിൽ പിന്നെ സൗഹൃദങ്ങളാണ്. ആൻഡ് വാട്ട് ആർ ദീസ് സൗഹൃദങ്ങൾ? ഇത് ഭയങ്കര ആൺ സൗഹൃദങ്ങളാണ് ബേസിക്കലി. അപ്പം അതിനകത്ത് ഇപ്പം ഞാൻ വരിക, അല്ലെങ്കിൽ ഈവൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അലീന വരിക, ഓഫ് കോഴ്സ് നമ്മളൊക്കെ തന്നെ നമ്മുടേതായിട്ടുള്ള മേഖലകളിൽ നമ്മുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അലീന ഭയങ്കര നന്നായിട്ട് കവിതകൾ എഴുതുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ഷോർട്ട് ഫിലിമുകൾ എത്രയോ കാലമായിട്ട് ഷോർട്ട് ഫിലിമുകൾ എടുക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ ഞങ്ങൾക്ക് അവസരം തരിക എന്നുള്ളത് ഒരു കോൺഷ്യസ് ചോയ്സ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത്, ഐ മീൻ ഓഫ് കോഴ്സ് അതൊരു മഹത്വമായിട്ടല്ല കാണേണ്ടത്. ദേ ആർ എന്താണ് അവരത് ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളൊരു അസ്റ്റ്യൂട്ട്നെസ് ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഇൻഡസ്ട്രിയിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ബിക്കോസ് എല്ലാം നമ്മൾ കണക്ഷൻസിന്റെ ബേസിസിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഐ തിങ്ക് അതൊരു കമൻഡബിൾ സംഗതിയാണ്. എസ്പെഷ്യലി മലയാളത്തിൽ ഞാൻ അങ്ങനെ ജിയോ ബേബി മാത്രമാണ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇപ്പം ന്യൂട്ടൺ സിനിമയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ടാലൻസിനെ വേറെ ഒന്നും ഇല്ലാണ്ട് പരിചയമില്ലാണ്ടൊക്കെ എടുക്കുന്നത് ചുരുക്കം ചില ആൾക്കാർ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആനന്ദ് ഗാന്ധിയുടെ പ്രൊഡക്ഷൻ ഹൗസ് കംപ്ലീറ്റ്ലി അങ്ങനെയാണ്. പക്ഷെ മലയാളത്തിന് പുറത്താണ് അവരുടെ മേഖല. പക്ഷെ കംപ്ലീറ്റ്ലി അത് നമ്മുടെ മെറിറ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ വർക്ക് ഇഷ്ടമായോ they'll take you in. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവരും എന്ന് തോന്നുന്ന വിധത്തിലുള്ള പെരുമാറ്റമാണത്. which I value very much. Yes. അസംഘടിതരിലാണെങ്കിലും പൂജയെ അതുവരെ അത്ര നോട്ടീസ് ചെയ്തിട്ടില്ല. ഓഫ്കോഴ്സ് തിയേറ്ററിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാമെന്നല്ലാതെ ഇങ്ങനെ ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക് നമ്മള് സ്ക്രീനിൽ കണ്ടിട്ടില്ല. ആൻഡ് എനിക്ക് തോന്നുന്നു അതിനുശേഷം വന്നിട്ടുള്ളതാണെങ്കിലും നോട്ട് കമ്പയറബിൾ വിത്ത് വാട്ട് ഷീ ഡിഡ് ഇൻ അസംഘടിതർ എന്ന് തോന്നുന്നു സോഫാർ. ഒരുപക്ഷെ നല്ല കഥാപാത്രങ്ങൾ ഇനിയും വരും. ഷീസ് എ വണ്ടർഫുൾ ടാലന്റ്. കുമാർ ആണെങ്കിലും കുമാർ അതിനുശേഷം ഐ തിങ്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ അത്ര ശ്രദ്ധിക്കപ്പെട്ടു. ഓഫ്കോഴ്സ് ആദ്യം കുഞ്ഞില് പറഞ്ഞ പോലെ അവരുടേതായിട്ടുള്ള ടാലൻസ് പ്രൂവ് ചെയ്ത് വെളിച്ചെണ്ണയൊക്കെ പോലെ കുളൂർ മാഷ് നാടകങ്ങൾ അത്രയും ചെയ്തിട്ടുള്ള ആളാണ്. ബട്ട് സോ ഐഡന്റിഫൈങ് ടാലന്റ് എന്നുള്ള ഒരു സാധനം കുഞ്ഞിലെ എങ്ങനെയാ അതിനെ പ്രോസസ് ചെയ്യണമെന്നും കൂടി അറിയാനായിരുന്നു ഈ ചോദിച്ചത്. അത് എന്റെ ബ്ലാങ്ക് ഓഡിഷൻസ് ആണ് എല്ലാം. ഇപ്പം ഈവൻ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ എടുക്കുമ്പോഴും അത് ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല. അറ്റ്ലീസ്റ്റ് ഇൻ ADsന്റെ കാര്യത്തിൽ അതൊരു ഗാമ്പിൾ തന്നെയാണ്. നമ്മൾ മുമ്പ് വർക്ക് ചെയ്ത് പരിചയമില്ലാത്തവരെ എടുക്കുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് എ ഗാമ്പിൾ. പക്ഷെ സ്റ്റിൽ ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ടു ഡു ദാറ്റ് ആൻഡ് ഗിവ് പ്രിഫറൻസ് ടു വിമൻ ഓൾസോ. ഇപ്പം അമൃത വിജയ് എന്ന് പറഞ്ഞിട്ട് എന്റെ AD ആയിട്ട് വർക്ക് ചെയ്ത അവർ ആക്ടറും കൂടെയാണ്. ഈ ഗുപ്തത്തിന്റെ പോസ്റ്ററിലൊക്കെ ഇപ്പം മറ്റേ റെപ്രസെന്റേറ്റീവ് പോസ്റ്ററിലുള്ളത് അമൃത വിജയാണ്. ഇനി അപ്പം അമൃത എന്നെ മെസ്സേജ് ചെയ്യുന്നത് എനിക്ക് AD ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഐ എം ടെലിംഗ് ഹെർ കം ഓൺ ബോർഡ് എന്ന് ഞാൻ ബ്ലാങ്ക് ആയിട്ട് പറയാണ്. അതൊരു ഗാമ്പിൾ ആണ് എപ്പോഴും. ബട്ട് ഷീ ടേൺഡ് ഔട്ട് ടു ബി എ ബ്രില്യന്റ് AD. അപ്പം അങ്ങനെ ഇപ്പം 3 പേരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാളെ കിട്ടുള്ളായിരിക്കും. എന്നാലും ബട്ട് ആക്ടേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ ബ്ലാങ്ക് ആയിട്ടുള്ള ഓഡീഷൻസ് ആണ്. ഓഡീഷൻ കോൾ കൊടുത്തു കഴിഞ്ഞിട്ട് ആരൊക്കെ വരുന്നോ അവരെ എല്ലാം ഓഡീഷൻ ചെയ്തിട്ട് വരുന്ന ടാലന്റിനെയാണ് എടുക്കണത്. സോ എനിക്ക് പിന്നെ പേരുകളൊന്നും അധികം അറിയാത്തത് അതൊരു എന്താണ് മേ ബി അഡ്വാൻറ്റേജസ് ആയിരിക്കാം ചില കേസസിൽ ഐ ഫീൽ. പക്ഷെ ഓഫ് കോഴ്സ് വലിയ വലിയ ആക്ടേഴ്സ് അങ്ങനെ ഓഡിഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇല്ലാന്ന് തോന്നുന്നു മലയാളത്തില്. എനിവേ ഇപ്പം ബാക്കി എല്ലാവരും കുമാറാണെങ്കിലും പൂജ ആണെങ്കിലും ഒക്കെ ഓഡിഷൻ ചെയ്തിട്ടാണ് അവർ വന്നത്. ആൻഡ് ഐ എം വെരി പെർട്ടിക്കുലർ അബൌട്ട് മൈ ഓഡിഷൻസ്. എനിക്ക്
ഓൺലൈൻ ആയിരുന്നു ആ സമയത്ത്, കോവിഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഓൺലൈൻ ആയിരുന്നു ഓഡിഷൻസ് ഒക്കെ. പക്ഷെ അതൊരു റിഗ്രസ് ഓഡിഷൻ ആയിരുന്നു. പൂജ ഡിഡ് വെരി വെൽ ഓഡിഷനിൽ. കുമാറും അതെ, നന്നായിട്ട് ചെയ്തിരുന്നു. കുഞ്ഞിലായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിക്കുമ്പോൾ നർമ്മം അത് അതിന്റെ എക്സ്ട്രീമില് ഇൻ ദ സെൻസ് എന്നാ ആളെ കാണുമ്പോ ലൈക്ക് നമ്മൾ ഇങ്ങനെ 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ. അത്യാവശ്യം സീരിയസ്നെസ് ഉള്ള ഒരു ആളാണ്. പക്ഷെ എഴുത്തിലെ ഡീറ്റെയിലിങ്ങും നർമ്മവും ഭയങ്കര രസമായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതൊരു സൈഡ്. അതേസമയം ഒരു ഇൻട്രോവേർട്ട് നേച്ചർ എന്ന് നമുക്ക് തോന്നുന്ന ഒരാള്, പക്ഷെ ചില സമയത്ത് പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു നേച്ചറും ഉണ്ട്. സോ ഈ ഒരു വിലയിരുത്തല് സ്വയം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ എന്റെ ജീവിതമാണ് എന്റെ പരീക്ഷണം എന്നുള്ള പോലെയാണല്ലോ. അതുകൊണ്ട് സ്വയം ഞാൻ ഇതൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് എന്താണ് ഹ്യൂമർ അൺഹെൽതി കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് പലരെയും പോലെ ഞാൻ ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭൂരിഭാഗം ആൾക്കാരെയും ഇഷ്ടമല്ല. അപ്പൊ ഇഷ്ടമില്ലാത്തവരടുത്ത് ഞാൻ സംസാരിക്കാറില്ല. പക്ഷേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മിണ്ടുന്നു തോന്നുന്ന കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പരിചയപ്പെട്ട ആദ്യത്തെ 6 മാസത്തേക്ക് ഞാൻ ചിരിക്കുന്നത് കൂടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് ആൾക്കാരെങ്ങനെ അറിഞ്ഞു വരാനായിട്ട് ഇച്ചിരി സമയം എടുക്കുമല്ലോ. ചിലവരുടെ അടുത്ത് ചില ചളികളൊക്കെ പറയുമ്പോ ഇവർക്ക് ഈ ചളി മനസ്സിലാവുണ്ടല്ലോ എന്ന് അങ്ങനെ ബോണ്ടിങ് തുടങ്ങാൻ, അങ്ങനെ എന്തെങ്കിലും ഒരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തി അതിൽ പിടിച്ചു കയറാൻ ഇച്ചിരി സമയം എടുക്കണമായിരിക്കും. പക്ഷെ ജനറലി ഐ ഹാവ് എ റെസ്റ്റിംഗ് ബിച്ച് ഫേസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തോന്നുന്നല്ല, ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴും ദേഷ്യമാണ് മുഖത്ത് നിന്ന് ആൾക്കാർക്ക് തോന്നാറുണ്ട്. പിന്നെ പലപ്പോഴും ദേഷ്യം തന്നെയാണ് മുഖത്ത്, അത് വരെ. പിന്നെ പ്രതികരിക്കുന്നതിന്റെ കാര്യം ചില സമയത്ത് നമുക്ക് പിന്നെ അത് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ചില സമയത്ത് എനിക്ക് ഇവരുടെ അടുത്ത് ഒരു 2 വർത്താനം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ശരിയാവും എന്ന് തോന്നണ സന്ദർഭങ്ങളുണ്ട്. പക്ഷെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പക്വത കൈവരിക്കുന്നു, അല്ലെങ്കിൽ ഇച്ചിരി പ്രാക്ടിക്കൽ ആയിട്ട് ആലോചിച്ച് ഇങ്ങനെ ആവശ്യമില്ലാത്ത എല്ലായിടത്തും കയറി പ്രതികരിക്കണ്ട എന്നുള്ള പാഠം ഞാൻ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പതുക്കെ. ഇതും കൂടി ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. അതായത് ഇതിനിപ്പോ ഒരു ടൈം ലൈൻ ഉണ്ടോ? അവരായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ, അതോ യു ഹാവ് സെറ്റ് ടൈം ലൈൻ? ഇല്ല, അവരായിട്ട് ടൈം ലൈൻ ഒന്നും ഇല്ല. നമ്മള് ഫണ്ടിങ് കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഷൂട്ടിലേക്ക് കിടക്കുക. ഇപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് റിഫൈനിങ്, സ്ക്രിപ്റ്റ് ലാബുകൾ അല്ലെങ്കിൽ മെന്റർഷിപ്പ് അങ്ങനെയൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സ്ക്രിപ്റ്റ് ഈ വർഷം അവസാനം ആകുമ്പോഴേക്കും എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം പിന്നെ എപ്പോ പൈസ കിട്ടുന്നോ അപ്പൊ നമ്മൾ കളത്തിലിറങ്ങും. അപ്പൊ ഈ ക്രൂ ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞോ? ഇല്ല, തീരുമാനിച്ചിട്ടില്ല. ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലല്ലോ. നമ്മൾ കാസ്റ്റിംഗും ക്രൂ ഒന്നും ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ഫണ്ടിങ് ആദ്യം വരട്ടെ, എന്നിട്ട് നമുക്ക് പ്രെപ്പ് തുടങ്ങാം, അങ്ങനെ വിചാരിക്കും. സോ മച്ച് കുഞ്ഞില. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇനി ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളിലൊക്കെ കുഞ്ഞിലയുടെ പേരുകൾ കാണാനുള്ള പ്രതീക്ഷയിലും ആശംസകളും തരുന്നു. ഓക്കെ. താങ്ക് യു സോ മച്ച്. ടാറ്റ.